നമസ്കാരം. ബിസിനസ് ഐഡിയാസിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പല എപ്പിസോഡുകളായി നമ്മൾ ഈ വീൽ അലൈൻമെൻറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് കീ, അതുപോലെ തന്നെ കാർ എ സി എന്നിവയെക്കുറിച്ച് നമ്മൾ പല എപ്പിസോഡുകളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ബിസിനസ് എങ്ങനെ നമ്മൾക്ക് തുടങ്ങേണ്ട ആളുകൾക്കുള്ള സപ്പോർട്ടുകൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ലാസ്റ്റായിട്ടൊരു മെസ്സേജിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ 3 പേര് കൂടി ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. അത് എങ്ങനെ ഇരിക്കും, അത് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ലാഭനഷ്ടമാണോ അല്ലെങ്കിൽ 3 പേര് കൂടിക്കഴിഞ്ഞാൽ ഉള്ള ഇതാണോ എന്ന് എനിക്ക് കറക്റ്റ് വ്യക്തമായില്ല. അത് 3 പേരാണെന്നുണ്ടെങ്കിലും, ഒരാളെന്നുണ്ടെങ്കിലും, 3 ആളാണെന്നുണ്ടെങ്കിലും ലാഭനഷ്ടമൊക്കെ നിങ്ങളുടെ നിങ്ങളതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി അനുസരിച്ചിരിക്കും. 3 പേരുള്ളത് കൊണ്ട്, പാർട്ട്നേഴ്സ് 3 പേരുള്ളത് കൊണ്ട് ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരസ്പരം എത്രത്തോളം ട്രസ്റ്റ് ഉണ്ടോ അത്രത്തോളം അതുപോലെ മുന്നോട്ട് പോകും. കൂടുതൽ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ പാർട്ട്നേഴ്സ് ബിസിനസ് ഞാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നല്ല ഫ്രണ്ട്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ നിലനിർത്താൻ അതും നല്ലൊരു കാര്യം തന്നെയാണത്. അതിനകത്ത് പ്രത്യേകിച്ചിട്ട് നമ്മൾക്കതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചാവി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വർക്കിൽപ്പെട്ടതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചാവി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കാണാം. നമ്മൾക്ക് പല മോഡൽ ചാവികൾ നമ്മളിലുണ്ട് കേട്ടോ. ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പോൾ ഒന്നും കാണിക്കുന്നില്ല എന്നത്, ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് കാണിച്ച് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, നമ്മുടെ ബാച്ച് കഴിഞ്ഞ് 2 വർഷമൊക്കെ ഏകദേശം 1-2 വർഷമായ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കുള്ള ഈ കഴിഞ്ഞ ബാച്ചിലുള്ള സർട്ടിഫിക്കറ്റുകൾ 2-3 കൊടുക്കാനുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞത് അതും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വർക്കുകൾ, എസിൻ്റെ വർക്കുകൾ, നമ്മുടെ പുതിയ ബാച്ച് തുടങ്ങിയത്, പുതിയ ബാച്ച് തുടങ്ങിയിട്ടുള്ളത് അത് മറ്റേ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ണോടിച്ച് പോവാം. ഇത് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ചാവിയാണ്. സ്വിഫ്റ്റിൻ്റെ റിമോട്ട് പ്രോഗ്രാം ചെയ്തു, ചാവി കട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് സ്പെയർ അടിക്കേണ്ടത് ഫ്ലിപ്പ് ടൈപ്പിലാണ് അടിക്കേണ്ടത്. അപ്പോൾ ഫ്ലിപ്പ് ടൈപ്പിൽ അടിച്ചു. അതിൻ്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒക്കെ ഒന്ന് സ്പീഡാക്കി വിടുന്നതേ ഉള്ളൂ. സ്പീഡാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ചാവി സെറ്റാണ്. ഇത് നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തത്, കഴിഞ്ഞ ബാക്കിലെ സർട്ടിഫിക്കറ്റാണിത്. ഇത് മിസ്റ്റർ റിസ്വാൻ ചാവക്കാട് നിന്നാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ഒരു എസിൻ്റെ വർക്ക് വന്നിട്ടുള്ളതാണ്. എസിൻ്റെ വർക്ക് ഇതിൻ്റെ കൂളിംഗ് കോയിൽ, ഫ്രീസിയർ മാറേണ്ടതാണ്. അതിൻ്റെ വർക്ക് ഏകദേശം ഇത് കണ്ടില്ല, ഇതിൻ്റെ ഫ്രീസിയർ അഴിച്ചിട്ടുണ്ട്. അത് ഡാഷ്ബോർഡ് കംപ്ലീറ്റ് അഴിച്ചെടുക്കണം. അപ്പോഴേ അതിൻ്റെ ഫ്രീസിയർ മാറാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രീസിയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് മാറിക്കഴിഞ്ഞത് ഫ്രീസിയറിൻ്റെ ഒരു ഭാഗം കൂടി കാണിച്ചു തരാം. ഏതാണ് ഫ്രീസിയർ എന്നുള്ളതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫ്രീസിയർ. അപ്പോൾ അതിൻ്റെ ഒരു കോർണർ ഭാഗം കണ്ടില്ല, ഒരു കളർ ചേഞ്ച്, അത് ആ ഭാഗത്ത് ലീക്കാണുള്ളത്. അപ്പോൾ അത് പുതിയ സാധനം വാങ്ങിച്ചു. ആ സാധനം മുന്നൊക്കെ നമ്മളതിനകത്ത് വെൽഡ് ചെയ്യലാണ്. ഇപ്പോൾ വർക്ക് കഴിഞ്ഞു. അതിൻ്റെ എത്ര ടെമ്പറേച്ചറാണത്, 8.8. അപ്പോൾ അടുത്ത സർട്ടിഫിക്കറ്റ് ഇത് നമ്മുടെ അതുൽ കൃഷ്ണ, 2 വർഷം ഇവിടെ എക്സ്പീരിയൻസോട് കൂടി നല്ല അടിപൊളി, നല്ല സ്കില്ലുള്ള നല്ല പയ്യനാണ്. നമ്മുടെ പുതിയ ബാച്ചാണിത് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ബാച്ചിലുള്ള പിള്ളേരാണിത്. അപ്പോൾ അവർക്കുള്ള ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് ക്ലാസ് നടക്കുന്നുണ്ട്, നമ്മുടെ മറ്റുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. എല്ലാം അങ്ങനെ അത് ഓരോന്നും അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സുകൾ റെഗുലറായിട്ട് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഷോപ്പ് തുടങ്ങേണ്ടി 1-2 ടീമും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രായമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രായം എന്നതിനൊരു വിഷയമല്ല. അപ്പോൾ ഇത് കുറച്ച് പ്രായം കുറഞ്ഞ പിള്ളേരാണ്. ഇതിന് എത്ര പ്രായമുള്ള ആളാണെന്നുണ്ടെങ്കിലും ഇതിനൊരു മനസ്സുണ്ടായാൽ മതി. മെക്കാനിക്കൽ വർക്ക് ചെയ്യാനുള്ളൊരു മാനസികമായിട്ട് അവർ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഇതൊരു എസിൻ്റെ വർക്കാണ്. പിള്ളേർക്ക് അതിനെപ്പറ്റി ഒന്ന് വിവരിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മുടെ മിസ്റ്റർ അഭിജിത്ത് 2 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞു, പഠിച്ചു, എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഇപ്പോൾ ആൾ പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രാവശ്യത്തെ വിശേഷങ്ങളുള്ളത്. അപ്പോൾ ഒരുപാട് പേര് പുതിയ ഷോപ്പിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതായത് സമയത്ത് റിപ്ലൈ കൊടുക്കാറുണ്ട്. വളരെ കുറഞ്ഞ ആളുകൾക്കാണ് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവർക്കും ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ അടുത്ത വിഷയങ്ങളുമായിട്ട് നമുക്ക് ടിപ്സും ആൻഡ് ട്രിക്സുമായിട്ടൊക്കെ നമുക്ക് അടുത്ത് തന്നെ വരാം. ഓക്കെ, താങ്ക് യു.